ഹായ് ഡിയേഴ്സ്, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല പ്രൊവിഷൻസും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്താന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കടമെടുത്തത് നമുക്ക് നോക്കിയാലോ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തതാണ് റൂൾ ഓഫ് ലോ, അതേപോലെ നമ്മുടെ FPTP സിസ്റ്റം, പാർലമെന്റ് ഗവൺമെന്റ്, അതേപോലെ നമ്മുടെ സ്പീക്കറുടെ പവറും ഫംഗ്ഷനും, ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഇതൊക്കെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കടമെടുത്തത്. അടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. USA എന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തത്. ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറിയും കടമെടുത്തത് എവിടെ നിന്നാണ്, നമ്മുടെ USA എന്നാണ്. ഇനി അയർലൻഡിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP കടമെടുത്തത്. ആൻഡ് ഇനി നമുക്ക് കാനഡയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മൾ ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെന്റർ, നമുക്കറിയാം നമ്മുടെ സെന്റർ എന്താ, കുറച്ചധികം സ്ട്രോങ് ആണല്ലേ. അതേപോലെ റെസിഡ്യറി പവേഴ്സും നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യ കടമെടുത്തത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ.